ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പൈപ്പിൽ എങ്ങനെ 13 ചെടികൾ വരെ പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് ആദ്യം ഒരു പൈപ്പ് വേണം, പിന്നെ ഇതുപോലെ ഷീറ്റ് വാങ്ങിക്കണം. എന്നിട്ട് ഈ ഷീറ്റ് ഇതേപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിൽ ചുറ്റാണ്. ഇത് നമ്മുടെ സ്കെയിലിൻ്റെ നീളമുണ്ടല്ലോ, 15 സെൻറ്റിമീറ്റർ സ്കെയിലിൻ്റെ നീളത്തിലെടുത്തിട്ട് അത് വീതിയായിട്ട് കണക്കാക്കിയിട്ട് മുറിക്കുക. നീളം ഇതിനുണ്ടാവും, ആ ഷീറ്റിൻ്റെ നീളത്തിൽ നീളം കിട്ടും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റി കൊടുക്കണം. വൃത്തിയായിട്ട് നിൽക്കും. അറ്റം വരെ ചുറ്റി കൊടുക്കുക. അവിടെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അറ്റത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ കെട്ടാനായിട്ട്. കുറച്ച് ഭാഗം നമ്മുടെ ചെടിച്ചട്ടിയുടെ അടിയിലേക്ക് പോകും. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് പച്ച ഷീറ്റ് വേണ്ടി വരില്ല. അപ്പോൾ ശേഷം നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് ആ ചട്ടിയുടെ എത്ര ഹൈറ്റ് കഴിഞ്ഞിട്ടാണോ അത് കഴിഞ്ഞ ശേഷം അവിടെ മുതൽ നമ്മൾ പച്ച ഷീറ്റ് ഇങ്ങനെ കെട്ടുകയാണ്. അപ്പോൾ മാക്സിമം വൈഡായിട്ട് കെട്ടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ ഏരിയയിൽ കവർ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യുക. അവിടെ നിന്ന് വേണ്ട ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം ഇങ്ങനെ ഓരോന്ന് പ്രാവശ്യം ചുറ്റുമ്പോഴും ഒന്ന് ടൈറ്റാക്കുക. ഇപ്പോൾ ടൈറ്റാക്കി അങ്ങനെ അറ്റം വരെ വരും. ഇപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം മുറിച്ചിട്ടുള്ളൂ. മുറിച്ചതിൽ നിന്ന് എനിക്ക് പൈപ്പിൻ്റെ അറ്റം വരെ കിട്ടി. ഏതാണ്ട് ഒരു 5-5.5 അടിയുടെ നീളമുള്ള പൈപ്പാണിത്. എന്നിട്ട് നമ്മൾ ആ അറ്റത്തും ഒന്ന് കെട്ടും, ഒന്ന് ടൈറ്റായിട്ട് വെച്ചിട്ട് അറ്റത്തൊന്ന് കെട്ടും, ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഇറങ്ങുന്ന ഭാഗം ഒഴിച്ച് അതിന് മുകളിലേക്ക് പച്ച ഷീറ്റ് കെട്ടി. അതിന് ശേഷം ഇതേപോലത്തെ ഒരു ആക്സോ ബ്ലേഡ് നമ്മൾ പിടിയുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് നമ്മൾക്ക് മുറിക്കാനായിട്ട്. പച്ചത്തേങ്ങ കുറച്ച് ഉണങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേഗം മുറിച്ച് കിട്ടും. ഉണങ്ങിയത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ഒരു പിടിയുള്ളതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി, നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരു 3/4 ഭാഗമായിട്ട് നമ്മൾ ഇതേപോലെ മുറിക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം കിട്ടും. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഇത് നമ്മൾ വേറൊരു തോട്ടക്കാരനെ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. ചുറ്റിക്കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. ചട്ടി ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗം ഇതേപോലെ ഇരിക്കും. ഇത് നല്ല വൃത്തിയായിട്ടിരിക്കും. ഇതിങ്ങനെ ചെയ്യാതെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് തൈ മാത്രം വയ്ക്കാം, പക്ഷേ ഇത്ര വൃത്തി ഉണ്ടാവില്ല. ഇതിപ്പോൾ പൈപ്പ് കാണില്ല, നമ്മൾ എന്ത് മെറ്റീരിയൽ വെച്ചാൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളിലൊരു പൈപ്പ് കാണില്ല. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സിൻ്റെ വാങ്ങിച്ചത് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇത് ചട്ടിയിലേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം ഇതേപോലെ ഇഷ്ടികകൾ വെച്ചു, അല്ലെങ്കിൽ എന്താ നമുക്കതവിടെ ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള കല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് അത് ഉറപ്പിച്ച് വയ്ക്കുക. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളിനി ഓരോ തൈകളായിട്ട് വെക്കാൻ പോവാണ്. ആ ഒരു നീളത്തിൽ ഏതാണ്ട് ഒരു 15 സെൻറ്റിമീറ്റർ വരുമായിരിക്കും കേട്ടോ. ഞാനൊരു കണക്കിനാണ് എടുത്തത്. വലിയൊരു കത്രികയാണ്, കണ്ടോ, ഇത്രയിലും എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചകിരി ഇത്രയും വരും. അതിനോട് ചേർന്ന് കെട്ടി വയ്ക്കാനായിട്ടുള്ളൊരു ഭാഗം ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മൊത്തത്തിൽ ഒന്നും കൂടി നേരത്തെ മുറിച്ച പോലെ മുറിക്കുന്നു. ഇത് ഞാനൊരു ഇത് വെച്ചിട്ട് നോക്കും. എന്നിട്ട് ഇത് എത്ര നമുക്കിങ്ങനെ ഒരു കെട്ടാനായിട്ടുള്ള അളവ് കൂടി എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടാട്ടോ ഇത് മുറിക്കുന്നത്. അല്ല, ആദ്യം ഇങ്ങനെ കെട്ടാണ്. ഇത് മൂടി വരുന്ന രീതിയിൽ കെട്ടാണ് കേട്ടോ. നല്ല ടൈറ്റായിട്ട് കെട്ടാണ്. ഇഷ്ടികയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ വേരുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോട്ടെ, കളയണ്ട. വേരുകൾ കുറച്ച് മുകളിലേക്ക് ഉള്ള രീതിയിലായിരിക്കണം കേട്ടോ ഇത് വെക്കേണ്ടത്. മുഴുവനായിട്ടും വേര് ഉള്ളിലേക്ക് വെക്കരുത്. കുറച്ച് പുറത്തേക്ക് ആയിരിക്കണം. എന്നാൽ കുറച്ച് ഉള്ളിലേക്ക് വെള്ള പോലെ. നമുക്ക് ആവശ്യത്തിന് കുറച്ച് കരിക്കട്ടയും ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്രയൊന്നും മതിയാവും. ഇതൊരു ഇഷ്ടിക, ഓടും കഷ്ണം, കരിക്കട്ട, ഈ 3 കാര്യങ്ങൾ വെച്ചാൽ മതിയാവും. ഇത് നമ്മൾ അതുപോലെ അതിൻ്റെ സൈസ് നോക്കിയിട്ട്, ഇപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് സൈഡാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ചെടികൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വയ്ക്കുന്നു. ഇനി അടുത്തത് ഇവിടെ വയ്ക്കും. അങ്ങനെ കുറച്ച് ഇറക്കിയിട്ട് വെച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ വയ്ക്കും. അങ്ങനെ ഇവിടെ മാറ്റി, ഇവിടെ നടുക്ക്, അങ്ങനെ ഓരോന്നായിട്ട് മാറ്റി മുകളിലേക്ക് അറ്റം വരെ എത്തിക്കുക. ഇവിടെ വീണ്ടും സൈസ് നോക്കുകയാണ്. കെട്ടാനായിട്ടുള്ള സൈസും കൂടി എടുത്തിട്ട് സൈസ് നോക്കിയിട്ട് മുറിക്കുന്നു. നമ്മളിങ്ങനെ വെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചാൽ മതി. ഈ സൈഡിലേക്കായിട്ട് വെക്കുകയാണ്. ഞാനൊരു സൈഡിലേക്കാണ് ആ വെയിലിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിലേക്ക് മാത്രമായിട്ടാണ്
ഞാൻ വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഇഷ്ടികയും അതേപോലെ കരി കഷ്ടം ഓട് ഏതെങ്കിലും 2-3 വെച്ച് കൊടുത്താൽ മതി. എനിക്ക് എത്ര പീസ് ബാക്കി വന്നു, ഈ ബാക്കി വന്നത് ഞാനിങ്ങനെ 4 മടക്കാക്കിട്ടോ. ഈ 4 മടക്കാക്കിയിട്ട് വേറൊരു ടൈപ്പിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ വയ്ക്കാം. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ചകിരിമാട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൽ നമ്മൾ കയറ് ചുറ്റുക. അപ്പോൾ അത് കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കുന്ന ഒരു മോഡലായി മാറും. ഇത് നമ്മളൊരു ചെറിയ തൈ വയ്ക്കാണ് കേട്ടോ ഇതിനകത്ത്. ഇതിപ്പോൾ ഉണ്ടോ, ഇതിൽ നല്ല ടൈറ്റാണ് കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. പുറകിലേക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് പുറകിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെത്തേഡും നല്ലതാണ്. ഇത് കാഴ്ചയ്ക്കും കുറച്ചുകൂടി ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാം. ഇത് നന്നായിട്ട് ഉണങ്ങിയ ഒരു തണ്ടാണ്. പക്ഷേ ഇതിൻ്റെ നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയൊരു മുള വരുന്നുണ്ടോ. ഈ മുള വന്ന് നമുക്ക് നന്നായി നനച്ച് കൊടുത്ത് ഇതിന് വേര് വന്നാൽ നമുക്ക് ഇതൊരു ചെടി വീണ്ടും കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഓർക്കിഡിൽ അങ്ങനെയാണ്, നമുക്കത് ഒരു ചെടി അങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെടില്ല. അത് ഉണങ്ങിയാലും അതിൽ നിന്ന് നമ്മൾ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ ഇലകൾ ഉണ്ടാവും. ചീഞ്ഞു പോയാൽ മാത്രമാണ് ഓർക്കിഡ് കിട്ടാത്തേ ഉള്ളൂ. അപ്പോൾ ഫംഗിസൈഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകില്ല ഓർക്കിഡ് ശരിക്കും. അങ്ങനെ എല്ലാ തൈകളും നമ്മൾ വെച്ചു. എനിക്ക് ഇതൊരു 1, 2, 3, 4, 5 ഒരു 13 തൈകൾ ഇതിനകത്തേക്ക് വെക്കാൻ പറ്റി. അപ്പോൾ 13 ചെടികളായിട്ട് ഇത് വരും. അപ്പോൾ നമുക്കത് ഒറ്റ ഇതിൽ 13 വയ്ക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലാഭമാണ്. നമുക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് ഒരു പൈപ്പും ഇതേപോലെ ഒരു ഷീറ്റുമാണ് ആവശ്യമുള്ളൂ. പിന്നെ ചകിരി ഇത് നമുക്ക് വേസ്റ്റ് മെറ്റീരിയലായിട്ട് നമുക്ക് കിട്ടണതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 13 തൈകൾ ഒറ്റ ഇതിലും വയ്ക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വയ്ക്കാം. നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കാം. നമുക്കിങ്ങനെ പോട്ട് ചെയ്ത ശേഷം കുറച്ച് ദിവസം നമ്മളിങ്ങനെ ഷെയ്ഡിൽ വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്